എനിക്കൊന്നും പഠിച്ചു ജഗദീശ്വര. ഹായ്, നമസ്കാരം. അപ്പോൾ ഞങ്ങളിന്ന് വന്നിരിക്കുന്നത്, ഞാനിന്ന് ഋഗ്വേദ മോൾക്ക് ഒരു സമ്മാനം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സമ്മാനം നമ്മുടെ വീട്ടിലുള്ള എല്ലാ കുട്ടികൾക്കും കൊടുക്കാം. അത്രയും നല്ലൊരു സമ്മാനമാണ്. നമ്മുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാകുന്നതിന് വേണ്ടി, നല്ല സ്വഭാവം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്മാനമാണ് ഇന്ന് ഋഗ്വേദ മോൾക്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഋഗ്വേദ മോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വാശിയാണ്, എപ്പോഴും കരച്ചിലാണ്, അച്ഛനമ്മയും പറഞ്ഞത് അനുസരിക്കുന്നേ ഇല്ല. അല്ലെങ്കിൽ എപ്പോഴും ഇവിടെയൊക്കെ മുറ്റമൊക്കെ അടിച്ചുവിടും, പച്ചക്കറിയൊക്കെ മുറിച്ച് കറിയൊക്കെ വയ്ക്കും, അല്ലെങ്കിൽ ഇങ്ങനെ തുണിയൊക്കെ അലക്കും. പക്ഷേ ഇപ്പോൾ ഋഗ്വേദ മോൾ ഒരു അനുസരണയില്ല. രാവിലെ അംഗൻവാടിയിൽ പോകാൻ പറഞ്ഞാൽ എനിക്കൊന്നും പഠിച്ചു എന്ന് പറയും. അതുകൊണ്ട് ഒരു പണിയും ചെയ്യണില്ല. അപ്പോൾ ഇനി പണി വെറുതെ കരഞ്ഞാലോ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഒരു വൃത്തിയായിട്ട സ്വഭാവമാണ് ഇപ്പോൾ ഋഗ്വേദ മോളുടെ. അപ്പോൾ ഈ സ്വഭാവമൊക്കെ നേരെയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമ്മാനം ഋഗ്വേദ മോൾക്ക് വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ സമ്മാനം കാണിച്ചു തരാം. ഇതാണ് ഋഗ്വേദ മോൾക്കുള്ള സമ്മാനം. ഇതുകൊണ്ട് രണ്ട് ഉപകാരമുണ്ട്. നമ്മൾ ഈ വാശി കാണിച്ച് ഇങ്ങനെ വാശി കാണിച്ച് നമ്മൾ പറഞ്ഞ് അനുസരിക്കാണ്ടിരിക്കുമ്പോൾ അതാ ഇവിടെ പിടിച്ചാൽ മതി. ഇവിടെ പിടിച്ചിട്ട് മണ്ടയിലിട്ടിട്ട് 2 കൊട്ട് കൊടുക്കണം. അപ്പോൾ ശരിയാവും. ഇനി വെറുതെ കരഞ്ഞാലുണ്ടല്ലോ, ഇതെവിടെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ച് നിർത്തിയിട്ട് നാല് തല്ല് കൊടുത്താൽ ശരിയാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സമ്മാനം ഇഷ്ടപ്പെട്ടല്ലോ. ഇതെങ്ങനെയുണ്ടെന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ശരി, പിന്നെ കാണാം. ഋഗ്വേദ മോളോടൊപ്പം ഇറ്റ്സ് മീ സുജിത് ജഗദീശ്വര. തല